ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലെ മൂന്നാമത്തെ മെയിൻ ആയിട്ടുള്ള ഹെഡിങ് ആണ്. അതിനെയാണ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൊഡക്റ്റിനെ ഫണ്ടമെൻ്റൽ ഫീച്ചേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് മോഡേൺ മാർക്കറ്റിൽ വ്യത്യസ്തരാക്കുക എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഈ ഒരു പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ആരാണ്? എഡ്വേർഡ് ചാമ്പർലൈൻ ആണ്. അദ്ദേഹത്തിൻ്റെ ബുക്കിൽ പറയുന്നുണ്ട്, ദ തിയറി ഓഫ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, പബ്ലിഷ് ചെയ്തിരിക്കുന്ന 1933 പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഈ ഒരു ബുക്കിലാണ് ഈ ഒരു വേർഡ് ആദ്യമായിട്ട് അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്നത്, പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കാനുള്ള കാര്യം, ഒരു 2-3 മാർക്കിന് വരാൻ സാധ്യതയുള്ളതാണ് വാട്ട് ഈസ് പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഈ ഒരു പ്രോസസ്സിൽ നമ്മുടെ പ്രൊഡക്റ്റ് മറ്റുള്ള പ്രൊഡക്റ്റിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ സർവീസ് എങ്ങനെ വ്യത്യസ്തമായിട്ടാണ് മാർക്കറ്റിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ഒന്നിൽ നിന്ന് തികച്ചും വ്യത്യസ്തത കൊണ്ടുവന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ ബ്രാൻഡിനെ ഉയർത്തി നിർത്തുന്നത്. സോ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിഫറൻഷിയേറ്റിംഗ് എ പ്രോഡക്റ്റ് ഓർ സർവീസ് ഫ്രം അതർ പ്രോഡക്ട്സ് ഓർ സർവീസസ് ഇൻ ദ മാർക്കറ്റ് ടു മേക്ക് ഇറ്റ് മോർ അട്രാക്റ്റീവ് ടു ദ ടാർഗറ്റ് മാർക്കറ്റ്. വളരെ ഈസി ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റും. കാരണം ഇതൊരു പ്രോസസ്സാണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഒരു പ്രൊഡക്റ്റോ സർവീസോ മറ്റുള്ള പ്രൊഡക്റ്റെന്നോ സർവീസെന്നോ വ്യത്യസ്തമാക്കുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടി ടാർഗറ്റ് മാർക്കറ്റിനെ അട്രാക്റ്റീവ് ആക്കുന്ന ഒരു പ്രോസസ്സിനെ തന്നെയാണ് എന്ത് പറയുന്നത്, പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ തന്നെ ഓർഗനൈസേഷൻസ് അവരുടെ മൾട്ടിപ്പിൾ പ്രൊഡക്റ്റും അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇതിൽ മെയിൻ, അപ്പോൾ പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്താണെന്നുള്ളത് നിർബന്ധമായിട്ടൊന്ന് പഠിക്കുക. അതിനുശേഷം അതിൻ്റെ പ്രധാനപ്പെട്ട എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്, പ്രാധാന്യം എന്താണെന്നുള്ളതാണ് പറയുന്നത്. ഇങ്ങനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക വാല്യൂ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ ഉണ്ടെങ്കിൽ തന്നെയാണ് കസ്റ്റമേഴ്സിനെ പെട്ടെന്ന് ചൂസ് ചെയ്യാൻ പറ്റുക, അല്ലേ? അതായത് ഞാൻ ഇന്ന ബ്രാൻഡ് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്ന ബ്രാൻഡാണ് എനിക്കിഷ്ടം എന്ന് പറയാം. ആ ഒരു ബ്രാൻഡ് ഏതാന്നുള്ള പെട്ടെന്ന് ഒരു വാല്യൂ അവിടെ, അതുവഴി ആ ഒരു പർച്ചേസ് വീണ്ടും വീണ്ടും അവർ റിപ്പീറ്റ് ചെയ്ത് ആ ഒരു ബ്രാൻഡിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും അവിടെ എന്ത് ചെയ്യണം എന്നുള്ള പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ കൊണ്ടുവരണം എന്നുള്ളതാണ്. രണ്ടാമത്തതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഡിഫെൻഡിങ് ഹൈ പ്രൈസസ്. ഒരു പരിധി വരെ നമുക്ക് വിലക്കയറ്റത്തിന് പിടിച്ചു നിർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം കമ്പനീസ് ടു ഗിവ് എ റീസൺ വൈ ദേ ചാർജ് ഹൈ പ്രൈസ് ഫോർ ദെയർ പ്രൊഡക്റ്റ്. എന്തുകൊണ്ടാണ് അവരുടെ പ്രൊഡക്റ്റിന് കമ്പനീസ് ഒരു ഹൈ പ്രൈസ് ചാർജ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആൻഡ് ഹെൽപ്സ് ഇൻ നോൺ പ്രൈസ് കോമ്പറ്റീഷൻ. നോൺ പ്രൈസ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ആ ഏരിയയിൽ മൊത്തം മറ്റുള്ള അതർ ദാൻ പ്രൈസിനേക്കാൾ ഉപരിയായിട്ട് അവർക്ക് കോമ്പീറ്റ് ചെയ്ത് പിടിച്ച് നിൽക്കാൻ, മത്സരിച്ച് നിൽക്കാൻ സാധിക്കുന്നതും ഇത്തരത്തിലുള്ളൊരു ഡിഫറൻഷിയേഷൻ ഉള്ളത് കൊണ്ടാണ്. ആൻഡ് നല്ലൊരു ബ്രാൻഡ് ലോയൽറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള, കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഒരു വിശ്വാസം അവർക്ക് പിടിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഒരു പെർസെപ്ഷൻ ഓഫ് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. പെട്ടെന്ന് തന്നെ ഇതിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്ന പ്രൊഡക്റ്റോ സർവീസോ ഒന്നും അവർക്ക് അത് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഒരു പെർസെപ്ഷൻ, അവരിലൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുക, ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയാണ്. ഈ ഒരു സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് പകരമായിട്ട് ഒന്നും യൂസ് ചെയ്യാനില്ല എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കി കൊടുക്കുക. നല്ലൊരു പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ സ്ട്രാറ്റജി ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ തന്നെ ഒരു കാഴ്ചപ്പാട് ഉണ്ടാവുന്നുണ്ട്. അവർക്ക് ഇതിന് പകരം വെക്കാൻ വേറൊരു സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മാർക്കറ്റിൽ ഉണ്ടാവില്ല എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുക. ആൻഡ് നല്ല രീതിയിൽ തന്നെ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ, മറ്റുള്ള ബ്രാൻഡുകളുടെ മുകളിൽ നമ്മുടെ ബ്രാൻഡിന് കുറച്ചും കൂടി നല്ലൊരു അഡ്വാൻറ്റേജ് എടുക്കാൻ അവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. കാരണം നമ്മളെപ്പോലെ തന്നെ മത്സരിക്കുന്ന മറ്റുള്ള പ്രൊഡക്റ്റോ സർവീസിൻ്റെ ആളുകളുള്ള ഒരു മാർക്കറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് അതിനൊരു പ്രൊവിഷൻ പോലും കിട്ടാത്ത രീതിയിലായിരിക്കും നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. അതുകൊണ്ടായിരിക്കാം നമ്മുടെ കസ്റ്റമേഴ്സ് എപ്പോഴും നമ്മുടെ പ്രൊഡക്റ്റിനെയും സർവീസിനെയൊക്കെ മറ്റുള്ളവരെക്കാൾ ഒരു സുപ്പീരിയർ ആയിട്ട് കണക്കാക്കുന്നതും വിശ്വസിക്കുന്നതും. അപ്പോൾ പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്താണെന്നുള്ളതും ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇത്രയും പോയിന്റ്. ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, അതേപോലെ തന്നെ ഹൈ പ്രൈസ് ഡിഫെൻഡ് ചെയ്യാനും നോൺ പ്രൈസ് കോമ്പറ്റീഷന് ഹെൽപ്പ് ചെയ്യാനും ഒരു ബ്രാൻഡ് ലോയൽറ്റി ഉണ്ടാക്കാനും ക്രിയേറ്റ് ഒരു പെർസെപ്ഷൻ ഓഫ് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്നതും ആൻഡ് നല്ലൊരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് അവർക്ക് കൊണ്ടുവരാനൊക്കെ സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ
പറയാൻ പോകുന്നൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഇപ്പോൾ മൂന്നാമത്തെ മെയിൻ പോയിന്റ് ആണല്ലോ നമ്മൾ പറയുന്നത് ഡിഫറൻഷിയേഷൻ. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിന്റ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ആണ്. അതിൻ്റെ മൂന്നാമത്തെ പോയിന്റ് പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ ആണ്. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്? ഈ ഒരു മാർക്കറ്റിനെ നമ്മൾ സെഗ്മെൻറ്റ് ചെയ്യുമ്പോൾ ആരെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്? കൺസ്യൂമറിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ പ്രൊഡക്റ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഓറിയൻറ്റ് ചെയ്യുന്നത് ആരെയാണ്? പ്രൊഡക്ഷനെയാണ് ഓറിയൻറ്റ് ചെയ്യുന്നത്. ഇവിടെ മാർക്കറ്റ് സെഗ്മെൻറ്റേഷനിൽ നമ്മുടെ ലക്ഷ്യം ആരാണ്? ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ആണ്. പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? പ്രൊഡക്റ്റിൻ്റെ ഡിഫറൻസുകളാണ് എടുത്ത് കാണിക്കുന്നത് ബയേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് നെക്സ്റ്റ് പോയിന്റിൽ പറയുന്ന അറ്റംപ്റ്റ് ടു മാച്ച് ദ സപ്ലൈ വിത്ത് ഡിമാൻഡ്. എപ്പോഴും മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം ആളുകൾക്ക് ആവശ്യങ്ങളുണ്ടോ ആ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് സപ്ലൈ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നത് എപ്പോഴും മാച്ച് ചെയ്ത് പോകേണ്ട ഒരു കാര്യമാണ്. ഇവിടെ എന്ന് പറയുന്നത് ഡിമാൻഡിനെ സപ്ലൈയോട് മാച്ച് ചെയ്യുന്ന പ്രോസസ്സാണ് പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇൻക്രീസിങ് സെയിൽസ്. ഇതുവഴി സെഗ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ സെഗ്മെൻറ്റിലേക്കും വേണ്ടത് കൊടുക്കാൻ പറ്റുകയാണെന്ന് വെച്ചാൽ സെയിൽസ് കൂടും. പക്ഷേ ഇവിടെ ഒരു ഇൻറ്റൻസ് കോമ്പറ്റീഷനാണ് ഇവിടെ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ആൻഡ് ലിമിറ്റഡ് മാർക്കറ്റ് ഷെയർ ആയിരിക്കും ഇതിനുണ്ടായിരിക്കുക. പക്ഷേ ഇവിടെ ലാർജ് മാർക്കറ്റ് നമുക്ക് കിട്ടും. ആൻഡ് ഇതിൻ്റെ സെയിൽ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇവിടെ കോമ്പറ്റീഷനിൽ വിൻ ചെയ്യാൻ ജയിക്കാൻ ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ മെയിൻ ടോപ്പിക്ക് കവർ ചെയ്തു. മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ കഴിഞ്ഞു, ടാർഗറ്റ് മാർക്കറ്റിംഗ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പറയുന്നത് ഡിഫറൻഷിയേഷൻ ആണ്. അപ്പം മൂന്നെണ്ണം കഴിഞ്ഞതിൽ ഇനി ഒരു ലാസ്റ്റ് ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞൊരു പോയിൻ്റാണ് പ്രൊഡക്റ്റ് പൊസിഷനിങ് എന്ന് പറയുക. പൊസിഷൻ ചെയ്യുക, അതായത് ഒരു കാര്യം വെക്കാനുള്ള ഒരു സ്ഥലം അല്ലേ, ഒരു പൊസിഷൻ, ഒരു സ്ഥാനം നമ്മൾ കൊടുക്കണം. അപ്പോൾ ആ പേര് തന്നെ അറിയാൻ പറ്റുമല്ലോ, പ്രൊഡക്റ്റിനെയാണ് പൊസിഷൻ ചെയ്യുന്നത്. എവിടെയാണ് പൊസിഷൻ ചെയ്യുന്നത്? ആ പ്രൊഡക്റ്റ് തന്നെ വേണമെന്ന് ഒരു കസ്റ്റമർ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവരുടെ മനസ്സിൽ ഇടം നേടിയത് കൊണ്ടാണ്. മനസ്സിലൊരു സ്ഥാനം നമ്മുടെ പ്രൊഡക്റ്റിന് കിട്ടുന്നതിനെ തന്നെ എന്ത് പറയുന്നത്? പ്രൊഡക്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് റെഫേഴ്സ് ടു ദ പ്ലേസ് ദ പ്രോഡക്റ്റ് ഓക്യുപ്പൈസ് ഇൻ കൺസ്യൂമേഴ്സ് മൈൻഡ് ഇൻ റിലേഷൻ ടു കോമ്പറ്റിംഗ് പ്രോഡക്ട്സ്. കോമ്പറ്റിംഗ് പ്രോഡക്റ്റ് ഒരുപാടുണ്ട്. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ലക്സ് സോപ്പ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് വെറൈറ്റി ചോയ്സ് സോപ്പുകൾ അപ്പുറത്ത് അവൈലബിൾ ആണ്. പക്ഷെ അതൊന്നും ഞാൻ യൂസ് ചെയ്യില്ല, ഇത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ, ഇതിനാണ് ഞാൻ എൻ്റെ മനസ്സിൽ സ്ഥാനം കൊടുത്തിരിക്കുന്നതെങ്കിൽ അതിനെയാണ് പ്രൊഡക്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആക്ട് ഓഫ് പ്ലേസിംഗ് ദ പ്രോഡക്റ്റ് ഇൻ ദ മൈൻഡ്സ് ഓഫ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ആൻഡ് സ്ട്രെസ്സിങ് ദാറ്റ് ദ പ്രൊഡക്റ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ ബെറ്റർ ദ കോമ്പറ്റീഷൻ പ്രോഡക്റ്റ് ഈസ് നോൺ ആസ് പ്രൊഡക്റ്റ് പൊസിഷനിങ്. എന്താ അത് പറയുന്നത്? നമ്മുടെ പ്രൊഡക്റ്റിനെ ഓരോ കസ്റ്റമറും മനസ്സിലേറ്റുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, മറ്റുള്ള പ്രൊഡക്റ്റ് ഒന്നും ഇതിനത്ര നന്നല്ല എന്നൊരു തോന്നൽ കൂടി വളരെ ശക്തമായിട്ട് ഓരോ വ്യക്തികളുടെ ഉള്ളിലും ഉണ്ടാവുക. അപ്പോൾ അവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ പറയുന്നുണ്ട് കോട്ട്ലറുടെ. പൊസിഷനിങ് ഈസ് ദ ആക്ട് ഓഫ് ഡിസൈനിങ് എ കമ്പനീസ് ഓഫർ ആൻഡ് ഇമേജ് സോ ദാറ്റ് ഇറ്റ് ഓക്യുപ്പൈസ് ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് വാല്യൂഡ് പ്ലേസസ് ഇൻ ദ ടാർഗറ്റ് കസ്റ്റമേഴ്സ് മൈൻഡ്സ്. ആരെയാണോ ഉദ്ദേശിച്ച് നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കി ആ കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ ഒരു പ്ലേസ് ഉണ്ടാക്കിയെടുക്കാൻ, ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാനും, മറ്റുള്ള കമ്പനിയുടെ ഓഫറും ഇമേജിനേക്കാൾ ബെറ്ററാണ് നമ്മുടെ എന്ന രീതിയിൽ ഡിസൈൻ ചെയ്യാനും ഉള്ള ആ ഒരു ആക്ടിനെ തന്നെയാണ് പൊസിഷനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ഇവിടെ ഇതാണ് പ്രധാനമായിട്ട് പ്രൊഡക്റ്റ് പൊസിഷനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൽ പ്രധാനമായിട്ട് നോട്ട് ചെയ്യാനുള്ള പോയിൻ്റാണ് എന്തൊക്കെയാണ് പ്രൊഡക്റ്റ് പൊസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്കുകൾ എന്ന് പറയുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് എന്ത്? പൊസിഷനിങ് ബൈ കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി. ഓരോ ഉൽപ്പന്നങ്ങളെയും അല്ലെങ്കിൽ പ്രോഡക്റ്റിനെയൊക്കെ നമ്മൾ ഒരു കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റിയിലൂടെ പൊസിഷൻ ചെയ്യാം. കാരണം അവരുടെ ഒരു പേര് എല്ലാ കാലത്തും ഓർത്ത് വെക്കാൻ പറ്റുന്ന പോലെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുക ടാറ്റ, സോണി, ഗോദ്രേജ്, ഇതെല്ലാം അവർ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നമുക്ക് ഏറ്റവും മുകളിൽ കാണാൻ പറ്റുന്ന അവരുടെ കമ്പനി നെയിമാണത്, കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റിയാണ് ആ ടാറ്റയുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സോണിയുടെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പം അവിടെ ഒരു കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി പൊസിഷൻ ചെയ്യുക. അതുവഴി അവർക്ക് എന്ത് ചെയ്യാം? പ്രൊഡക്റ്റ് പൊസിഷനിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യാം. പിന്നെ ബ്രാൻഡ് കൊണ്ട് ഉപയോഗിക്കാം, ബ്രാൻഡ് എൻഡോസ് ചെയ്തുകൊണ്ട്. ബ്രാൻഡ് എൻഡോസ് ചെയ്യുമ്പോൾ എന്താണ്? അവിടെ മാർക്കറ്റർ ഇതിന് വേണ്ടിയിട്ട് ആ കമ്പനിയുടെ
നെയിം ഒരു പ്രത്യേക പേരും കൂടിയിട്ട് അവിടെ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ പുതിയ പ്രൊഡക്റ്റൊക്കെ ഐഡൻറ്റിഫൈ ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ഇപ്പം ഈ സോപ്പുകൾ പറയുമ്പോൾ ലക്സ്, സർഫ്, ടൈറ്റൻ എന്നൊക്കെ പറയാം, ഡെറ്റോൾ, അതൊക്കെ അതിൻ്റെ ബ്രാൻഡ് നെയിമാണ് പറയുന്നത്. അപ്പോൾ ഒരു കമ്പനി ഉണ്ട്, കമ്പനിയുടെ ഒരു ബ്രാൻഡും ഉണ്ട്. നെക്സ്റ്റ് പറയുന്നത് പൊസിഷനിങ് ബൈ പ്രൊഡക്റ്റ് ആട്രിബ്യൂട്ട്സ് ആൻഡ് ബെനിഫിറ്റ്. പിന്നെ പ്രൊഡക്റ്റിൻ്റെ തന്നെ ചില ഫീച്ചേഴ്സ്, ചില ഗുണങ്ങൾ അതെടുത്ത് പറഞ്ഞുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഇത് ഉപയോഗിച്ചാൽ ഇങ്ങനെ ഉണ്ടാവും എന്നൊരു ഗുണം, ഒരു ബെനിഫിറ്റിനെ ചൂണ്ടിക്കാണിച്ചുണ്ടാക്കുന്ന ആ രീതിയിലും അവർ ഈ സ്ട്രാറ്റജി യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോൾഗേറ്റ് പേസ്റ്റ് ഒക്കെ ആണെന്ന് വെച്ചാൽ അവിടെ തന്നെ നമുക്ക് എന്ത് പറയാം, ഫ്രഷ് ബ്രീത്ത് എന്നാണ് പറയുന്നത്. നല്ല രീതിയിൽ ശ്വസിക്കുക, അല്ലെങ്കിൽ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു ബ്രീത്തിങ് നമുക്ക് നടത്തും. അതേപോലെ DK, പെട്ടെന്ന് പല്ലൊന്നും അഴുകില്ല, കേട് വരില്ല, അതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങൾ അതിനൊക്കെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷൻ എന്ന് പറയുന്നുണ്ടാവുക. അപ്പോൾ അവിടെ ആട്രിബ്യൂട്ടോ അല്ലെങ്കിൽ ബെനിഫിറ്റോ പറഞ്ഞിട്ടാണ് പ്രൊഡക്റ്റ് പൊസിഷൻ ചെയ്യുന്നുണ്ടാവുക. അപ്പം നമുക്ക് സ്ഥിരമായി അത് അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോൾ നമ്മുടെ ഉള്ളിലും പതിഞ്ഞ് പോയിട്ടുണ്ടാവും, ഇത് യൂസ് ചെയ്താൽ ഇങ്ങനെയാണല്ലോ എന്നുള്ളത് ഒരു ചിന്ത നമ്മളിൽ വരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കേസിലൊരു കോർപ്പറേറ്റ് നെയിമിൻ്റെ ബേസിൽ, 2 അതിൻ്റെ ഒരു ബ്രാൻഡിൻ്റെ ബേസിൽ, 3 അതിൻ്റെ ആട്രിബ്യൂട്ടോ ബെനിഫിറ്റിൻ്റെ ബേസിൽ, 4മത്തത് അതിൻ്റെ ഉപയോഗം കൊണ്ട്, യൂസ് ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അതിനെ ഉപയോഗിക്കാനുള്ളൊരു സാഹചര്യത്തിനെ ബേസ് ചെയ്തിട്ടോ സമയത്തിനെ ബേസ് ചെയ്തിട്ടോ ഒക്കെ നമുക്ക് ആ ഒരു കാര്യം അവിടെ യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതായത് ഏത് ഒക്കേഷനിലാണ് അത് യൂസ് ചെയ്യേണ്ടത്, ഏത് ടൈമിലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയാം, വിക്സ് എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് എപ്പോഴാണ് പ്രധാനമായിട്ട് വിക്സ് വേപ്പർ റബ്ബ് നമ്മൾ യൂസ് ചെയ്യുന്നത്? രാത്രി കാലങ്ങളിൽ കുട്ടികൾക്ക് ജലദോഷം, ചുമ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ യൂസ് ചെയ്യാനുള്ള അപ്പോൾ അവിടെ എന്താണ്, ടൈമിനാണ് അല്ലെങ്കിൽ ഒക്കേഷനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസ്ഡാണ് ഇത് വരുന്നത്. അതുപോലെ ബെർണോൾ പറഞ്ഞിട്ടൊരു ഓയിൽമെൻ്റ് ഉണ്ട്, അതെപ്പോൾ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ? തീ പൊള്ളലേൽക്കുമ്പോൾ മാത്രമാണ് അത് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. ഡെറ്റോൾ, ആൻറ്റിസെപ്റ്റിക്സ്, ഫോർനിക്സ് ആൻഡ് കട്ട്സ്, മുറി ഒക്കെ വരുന്ന സമയത്ത് ക്ലീൻ ചെയ്തിട്ട്, അപ്പോൾ അവിടെയൊക്കെ ഇമ്പോർട്ടൻസ് എന്തിനാണ്, ഏത് സാഹചര്യത്തിൽ അത് ഉപയോഗിക്കുന്നു. അപ്പോൾ ആ ഒക്കേഷനെ ബേസ് ചെയ്തിട്ട്, ടൈമിനെ ബേസ് ചെയ്തിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇനി 5മത്തെ പോയിന്റിൽ പറയുന്നത് പൊസിഷൻ ബൈ പ്രൈസ് ആൻഡ് ക്വാളിറ്റി. ചിലപ്പോൾ പ്രൈസിൻ്റെ ബേസിൽ അല്ലെങ്കിൽ ക്വാളിറ്റിയുടെ ബേസിലായിരിക്കും പൊസിഷൻ ചെയ്യുന്നുണ്ടാവുക. അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറയുന്നത് നിർമ്മയുടെ ഡിറ്റർജൻറ്റ് പൗഡറാണ്. അത് വളരെ സക്സസ്ഫുള്ളി അതിൻ്റെ യൂസ്ഡ് പ്രൈസ് ക്വാളിറ്റി പൊസിഷൻ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ ഈ വാച്ചിൽ ടൈമെക്സ് ടൈമെക്സ് എന്നുള്ള കമ്പനി, അവർ ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് അതിൻ്റെ കോട്സ് വാച്ചസ് ഒക്കെ USA വലിയൊരു സക്സസ്ഫുള്ളാക്കി മാറ്റിയത്. അതായത് ബ്രാൻഡ് മെയിനായിട്ട് ലാർജസ്റ്റ് സെല്ലിംഗ് ബ്രാൻഡായിരുന്നു അവിടുത്തെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒന്നില്ലെങ്കിൽ ക്വാളിറ്റീനെയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസിനെയോ ബേസ് ചെയ്തിട്ടാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്. ഇനി 6മത്തെ പോയിന്റിൽ പറയുന്നത് പൊസിഷനിങ് ബൈ പ്രൊഡക്റ്റ് കാറ്റഗറി. ഇനി ചിലപ്പം പ്രൊഡക്റ്റ് ഏത് കാറ്റഗറിയിൽ വരുന്നു അതിൻ്റെ ബേസിലായിരിക്കും ചിലപ്പോൾ നമുക്ക് നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ഒരു മാരുതി എന്നുള്ള ആ കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇനീഷ്യലി തന്നെ പൊസിഷൻ ചെയ്തിരിക്കുന്ന ഒരു വാൻ എന്നുള്ള ലെവലിൽ അഡ്വർടൈസ് ചെയ്തു. അതിനനുസരിച്ചാണ് ആ ഒരു വെഹിക്കിൾ പൊസിഷൻ ചെയ്യപ്പെട്ടത്. അതിന് എന്താ പേരിലറിയാം, മാരുതി ഓംനി എന്നുള്ള പേര്. പിന്നെ കുറച്ചും കൂടി അത് സ്പേഷ്യസ് ഫാമിലി കാറായിട്ട് വന്നു. അങ്ങനെ അത് ഓരോ തരത്തിൽ രൂപമാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് അവരത് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് പൊസിഷനിങ് ബൈ പ്രൊഡക്റ്റ് യൂസർ. എങ്ങനെയാണ്, പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ആളുകളുടെ അഭിപ്രായം കേട്ടുകൊണ്ടും നമുക്കത് ഓരോ ആളുകൾക്ക് പൊസിഷൻ ചെയ്യാവുന്നതാണ്. അതായത് ഓരോ ക്ലാസ് ഓഫ് കസ്റ്റമേഴ്സും അത് യൂസ് ചെയ്തിട്ട് അവർക്ക് മാത്രം, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഫാരക്സ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു, അത് 2 ഏജ് ഗ്രൂപ്പ് ഇൻഫൻസ് ആൻഡ് ഓൾഡ് പീപ്പിൾ. ആ ഒരു സാധനം നമുക്ക് കുറുക്ക് പോലെ കഴിക്കാൻ പറ്റുന്നതാണ്. അത് മെയിനായിട്ട് വരുന്നത് എന്താണ്, ആ ഒരു 2 ഏജിലുള്ള ആളുകൾക്കുള്ളതാണ് അത് പറയുന്നത്. പിന്നീട് ആ ഒരു പ്രൊഡക്റ്റ് റീപൊസിഷൻ ചെയ്തു. കാരണം ഇൻഫൻസിൽ നിന്ന് ഒരു 3 months വരെ ടു 1 year ടു അപ്രോപ്രിയേറ്റ് പാക്ക് ഡിസൈൻ ചേഞ്ച് ഫോർ മെയ്ഡ്. കുറച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വീണ്ടും അത് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അനുസരിച്ചിട്ടാണ് അത് മാറ്റിയത്. പിന്നെ ലൂണ മൊപ്പെഡ് ഉണ്ടായിരുന്നു, അത് പൊസിഷൻ ചെയ്ത് എങ്ങനെ, 2 wheeler മീനിങ് ഫോർ കോളേജ് സ്റ്റുഡൻസിന് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റ് യൂസറിനെ ബേസ് ചെയ്തുകൊണ്ട് പൊസിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പറയുന്നത് പൊസിഷനിങ് ബൈ കോമ്പറ്റീറ്റർ. ചിലപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് കൊണ്ട് നമുക്കൊരു പൊസിഷൻ അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് പറയുന്നത്.
കാരണം കമ്പാരിറ്റീവ് അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് ദ ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് വൈഡ്ലി കോട്ടഡ് എക്സാമ്പിൾ ഓഫ് ടൈപ്സ് ഓഫ് പൊസിഷനിങ് ബൈ അവീസ്, അതായത് ദ കാർ റെൻ്റൽ കമ്പനിയാണ്, USA കാർ റെൻ്റൽ കമ്പനിയാണ് ആവീസ് എന്ന് പറയുന്നത്. അതിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള റീസൺ ഉണ്ട് അതിൻ്റെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്. കാരണം വി ട്രൈ ഹാർഡർ ബിക്കോസ് വി ആർ നമ്പർ 2. അവിടെ എന്താ പറയുന്നത്, വളരെ നമ്മൾ നല്ല രീതിയിൽ അതിനുവേണ്ടി പ്രയത്നിക്കുന്നത്, പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ രണ്ടാമതായതുകൊണ്ടാണത്. ആൻഡ് പൊസിഷനിങ് സക്സീഡ് ബിക്കോസ് ഹേർട്സ് ഹെൽഡ് നമ്പർ 1 പൊസിഷൻ ഇൻ ദ USA ആൻഡ് അവീസ് റിലേറ്റഡ് ടു ഹേർട്സ്. അപ്പം പീപ്പിൾ ഷോ എ നാച്ചുറൽ സിമ്പതി ആൻഡ് ഇൻക്ലിനേഷൻ ടു സപ്പോർട്ട് ദ അണ്ടർ ഡോഗ് എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ അതിൻ്റെ സ്ഥാനം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടാമതാണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നമ്മൾ ഒന്നാമതാവാനുള്ള, അല്ലെങ്കിൽ ആളുകൾക്ക് തോന്നുകയാണ് അയ്യോ ഇതിങ്ങനെ ആയിപ്പോലെ അപ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിലേക്ക് വരണം എന്നുള്ള ആ ഒരു ബേസിൽ അവിടെ മാർക്കറ്റിംഗ് അവിടെ ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇവിടെ പൊസിഷനിങ് ബൈ കോമ്പറ്റീറ്ററുടെ ആ ഒരു കാരണം കൊണ്ട് നമുക്ക് പൊസിഷൻ കിട്ടുക എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്, പീപ്പിൾ ദെൻ വൺ live next to the residence of Aishwarya Rai at Juhu Beach in Mumbai rather than getting involved explaining the locality and streets. നമുക്ക് എവിടെയാണ് ഒരു സ്ഥലം പറയണമെങ്കിൽ ആ സ്ഥലം കൃത്യമായിട്ട് ചിലപ്പോൾ അറിഞ്ഞോളന്നില്ല, നേരെ മറിച്ച് നമ്മളത് പറയുമ്പോൾ തന്നെ നമ്മുടെ കൂടെയുള്ള വ്യക്തിനെ ചൂണ്ടിക്കാണിച്ചു. ഇപ്പോൾ ജുഹു ബീച്ചിലാണ്, മുംബൈയിലെ ജുഹു ബീച്ചിലാണ് ഐശ്വര്യ റായ് താമസിക്കുന്ന തൊട്ടപ്പുറത്താണ് എന്ന് പറയുമ്പം അവിടെ തൊട്ട് ആരെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു കോമ്പറ്റീറ്ററെ ഹൈലൈറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ പ്രൊഡക്റ്റിനെ അവർ മൂവ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ സിമ്പിൾസ് യൂസ് ചെയ്തുകൊണ്ടും പൊസിഷൻ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ എസോ പെട്രോൾ പറഞ്ഞിട്ടുള്ള അവർ യൂസ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറയുന്നത് ഓൺ ദ ടൈഗർ ടു പൊസിഷൻ ഇറ്റ്സെൽഫ് ഇൻ ദ മാർക്കറ്റ്. ഒരു ചിത്രം കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു അവരുടെ സ്ഥാനത്തിനെ കാണിച്ചുകൊണ്ട് സിമ്പിൾസ് യൂസ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു കസ്റ്റമറുടെ മനസ്സിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ എങ്ങനെയൊക്കെ സ്ഥാനം ഉറപ്പിക്കുക എന്നുള്ളതിൻ്റെ ടെക്നിക്കുകൾ അല്ലെങ്കിൽ മെത്തേഡ്സ് ആണ് പ്രൊഡക്റ്റ് പൊസിഷൻ കൊണ്ട് നമ്മളിപ്പോൾ ഈ ഒരു 9 പോയിന്റ് കൊണ്ട് എങ്ങനെയൊക്കെയാണ് ഒരു മനസ്സിൽ ഇടം പിടിക്കാൻ സാധിക്കുന്നത്. കമ്പനി എന്തൊക്കെ, ഒന്ന് അതിൻ്റെ കോർപ്പറേറ്റ് നെയിം കൊണ്ട്, ബ്രാൻഡ് കൊണ്ട്, അതിൻ്റെ പ്രത്യേകത കൊണ്ട്, ഉപയോഗക്രമം കൊണ്ട്, അതേപോലെ അതിൻ്റെ ഏത് സമയത്ത് ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ പ്രൈസും ക്വാളിറ്റിയുടെ ബേസിലും, പ്രൊഡക്റ്റ് ഏത് കാറ്റഗറിയിൽ വരുന്നു എന്നുള്ളതിൻ്റെ ബേസിലും, പ്രൊഡക്റ്റ് യൂസേഴ്സിൻ്റെ ബേസിലും, ഒരു കോമ്പറ്റീറ്ററെ കൊണ്ടും ആൻഡ് സിമ്പിൾസ് യൂസ് ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് പ്രൊഡക്റ്റ് പൊസിഷൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് പറയുന്നത്. സോ ഇനി ഇവിടെ നമ്മൾ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി കൂടി നടത്തുകയാണ്. കഴിഞ്ഞ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തു ടാർഗറ്റ് മാർക്കറ്റിങ്ങും മാർക്കറ്റ് സെഗ്മെൻറ്റേഷനും, അതേപോലെ എന്താണ് പ്രൊഡക്റ്റ് പൊസിഷനിങ്ങും മാർക്കറ്റ് സെഗ്മെൻറ്റേഷനും എന്ന് ജസ്റ്റ് പറയുന്നുണ്ട്. പ്രൊഡക്റ്റ് പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, കമ്പനിയുടെ പ്രൊഡക്റ്റ് ആൻഡ് മാർക്കറ്റിംഗ് മിക്സ് ടു ഫിറ്റ് ഗിവൺ പ്ലേസ് ഇൻ ദ കൺസ്യൂമേഴ്സ് മൈൻഡിലേക്ക് കൃത്യമായി അത് എത്തിക്കാം. സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാലോ നമ്മൾ കസ്റ്റമേഴ്സിന് പല കാര്യങ്ങളുടെ ബേസിൽ ഗ്രൂപ്പ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് പൊസിഷൻ ചെയ്യണമെങ്കിൽ അവിടെ തീർച്ചയായിട്ടും പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഒരു പ്രൊഡക്റ്റിനെ മറ്റുള്ള പ്രൊഡക്റ്റിൽ നിന്ന് വ്യത്യസ്തമാക്കാനുള്ള പല കാരണങ്ങൾ കൊണ്ടുവരിക. അതിൻ്റെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആവാം, അതിൻ്റെ ക്വാളിറ്റി കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിനൊരു ഡിസൈൻ ഉണ്ടായിരിക്കാം, കളറ്, ഡ്യൂറബിലിറ്റി, പാക്കേജിങ്, അങ്ങനെ പല പല കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് വ്യത്യസ്തമാക്കുക. പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ ആയിട്ട് നേരെ മറിച്ച് മാർക്കറ്റ് സെഗ്മെൻറ്റേഷന് യാതൊരു റിലേഷനും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് പൊസിഷനിങ്ങും ഡിഫറൻഷിയേഷനും ഒരു റിലേഷൻ ഉണ്ട്, പക്ഷേ പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷനും മാർക്കറ്റ് സെഗ്മെൻറ്റേഷനും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നാണ് പറയുന്നത്. ജസ്റ്റ് അത് അസിസ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു ഡിഫറൻസ് പറയുന്നത്. പിന്നെ പറയുന്നത് പ്രൊഡക്റ്റ് പൊസിഷൻ ഇല്ലെങ്കിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പർപ്പസ് ഓഫ് സെഗ്മെൻറ്റേഷൻ അവിടെ പരാജയപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കൃത്യമായിട്ട് പ്രൊഡക്റ്റ് പൊസിഷനിങ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് മാർക്കറ്റ് സെഗ്മെൻറ്റേഷനും ശരിയായ രീതിയിലല്ല പോകുന്നത് എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. പിന്നെ പ്രൊഡക്റ്റ് പൊസിഷനിങ് എപ്പോഴും ഒരു പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ ബെനിഫിറ്റ്സ്, അതിൻ്റെ നീഡ്, അതിൻ്റെ സ്പെസിഫിക് യൂസേജ്, ഒക്കേഷൻ, കോമ്പറ്റീറ്റർ, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കുക. അതേസമയം മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത് എന്താണ്, ആ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്, പ്രൊമോഷൻ കോസ്റ്റ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മളവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തൊരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു രണ്ടാമത്തെ ചാപ്റ്ററിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരുപാട് ടോപ്പിക്കിലൂടെയാണ് നമ്മൾ കടന്നു പോയിരിക്കുന്നത്. ആ ഒരു ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ചിലതൊക്കെ 2-3 മാർക്കിന് ചോദിക്കാനുള്ളതും ഒപ്പം തന്നെ ഒരു ഷോർട്ട് എസ്സേ ആയിട്ടോ അല്ലെങ്കിൽ ഒരു എസ്സേ ക്വസ്റ്റൻ ആയിട്ടോ ഒക്കെ വരാൻ സാധ്യതയുള്ള പോയിന്റുകളാണ്. പക്ഷേ എന്താണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചതെന്ന് ചോദിച്ചാൽ ഒരാൾക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റണം. ഫസ്റ്റ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ആണ്, അതിനുശേഷം ടാർഗറ്റ് മാർക്കറ്റിംഗ് പഠിച്ചു,
പഠിച്ചു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഡിഫറൻഷിയേഷൻ എന്താണെന്നുള്ളത് നോക്കി. അതും കഴിഞ്ഞപ്പോൾ പ്രൊഡക്റ്റ് പൊസിഷനിലേക്ക് വന്നു. അപ്പോൾ ഈ ഒരു 4 കാര്യങ്ങൾ ഇതിൽ മൊത്തത്തിൽ ഒരു കൺസ്യൂമറിനെ നമ്മുടെ പ്രൊഡക്റ്റിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട വശങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും വളരെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ, ഈ ഒരു ക്ലാസ് നല്ല രീതിയിൽ മനസ്സിലായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്